ജിഷ്ണു കേസ് മൂന്നാം പ്രതി നെഹ്റു കോളേജ് വൈസ് പ്രിൻസിപ്പൽ ശക്തിവേൽ അറസ്റ്റിൽ. കോയമ്പത്തൂരിൽ നിന്നാണ് കേരള പോലീസ് അറസ്റ്റ് ചെയ്തത്. ശക്തിവേലിന്റെ അച്ഛന്റെ ഫോൺ പിന്തുടർന്നാണ് പിടികൂടിയത്. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി എസ് ജീവൻ കുമാർ ന്യൂസ് റൂമിൽ നിന്ന് ചേരുന്നു. ജീവൻ, ക്രൈം ADGP നിതീഷ് അഗർവാളിന്റെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക ടീമിനെ തന്നെയാണ് യഥാർത്ഥത്തിൽ സർക്കാർ നിയോഗിച്ചിരുന്നത്. 5 ഉപസംഘങ്ങളായി തിരിഞ്ഞ് ഇതര സംസ്ഥാനങ്ങളിലേക്ക് അവർ വളരെ ഫലപ്രദമായ അന്വേഷണം നടത്തുകയും ചെയ്തിരുന്നു. എങ്ങനെയാണ് ഈ പ്രതിയിലേക്ക് എത്തിച്ചേർന്നത് ഇവർ? അരുൺ, കഴിഞ്ഞ 3 മാസത്തിലേറെയായി മൊബൈൽ ഫോൺ ഉപയോഗിക്കാതിരുന്ന NK ശക്തിവേൽ അപ്രതീക്ഷിതമായി അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ ഫോണിലേക്ക് തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിലെ ഒരു പരിസരത്ത് നിന്നൊരു ഫോണിൽ വിളിച്ചതോടുകൂടിയാണ് പോലീസ് ഇവർ തമിഴ്നാട്ടിലുണ്ട് എന്ന വിവരം ഇവർക്ക് ലഭ്യമായിരിക്കുന്നത്. അതിൽ ഇന്നലെ മിനിഞ്ഞാന്ന് വൈകിട്ടോടുകൂടി അച്ഛൻ്റെ ഫോണിലേക്ക് വന്ന ഈ കോൾ പിന്തുടർന്ന് ഹൈടെക് സെല്ലിൻ്റെ സഹായത്തോടു കൂടി ക്രൈംബ്രാഞ്ചിൻ്റെ DYSP പാലക്കാട് DYSP സജീവൻ്റെ നേതൃത്വത്തിലുള്ള 3 അംഗ സംഘം, അതിൽ കൊല്ലങ്കോട് SI ഉണ്ടായിരുന്നു, വലപ്പാട് CA ഉണ്ടായിരുന്നു, ഒപ്പം ഒരു SI ഉണ്ടായിരുന്നു. അവരാണ് കോയമ്പത്തൂരിലെ ഒരു കോളനിയിലെത്തുന്നത്. എന്നാൽ പല സ്ഥലങ്ങളിലായി ചിതറി നിൽക്കുന്ന ഈ കോളനിയിൽ ഏത് ഭാഗത്താണ് ശക്തിവേൽ ഉള്ളത് എന്ന് കൃത്യമായ ഒരു വിവരം പോലീസിന് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇന്നലെ ഏതാണ്ട് വൈകുന്നേരം വരെ അവർ തിരച്ചിൽ നടത്തിയെങ്കിലും ഒടുവിൽ സംശയാസ്പദമായ 2 കോളനികളിൽ കേന്ദ്രീകരിക്കാനായി ഇവർ തീരുമാനിച്ചു. തുടർന്ന് ഇന്നലെ രാത്രി വളരെ വൈകി ഒരു കോളനിക്കുള്ളിൽ ശക്തിവേലിൻ്റെ സാന്നിധ്യമുണ്ട് വളരെ സ്ഥിരീകരിച്ച വളരെ വിശ്വസനീയമായ ഒരു റിപ്പോർട്ട് അവർക്ക് ലഭിച്ചു. ഇതിനാകെ തമിഴ്നാട് പോലീസിൻ്റെ സഹായം ഉണ്ടായിരുന്നു. DGP ലോക്നാഥ് ബെഹ്റ ഈ കാര്യത്തിൽ തമിഴ്നാട് പോലീസിൻ്റെ സഹായം നിരന്തരമായി അഭ്യർത്ഥിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ പല തട്ടുകളായി നിന്ന ഈ അപ്പാർട്ട്മെന്റ് കെട്ടിടത്തിൽ ഏത് ഭാഗത്താണ് ഇദ്ദേഹം ഉള്ളത് എന്ന് കണ്ടുപിടിക്കാനായി ശ്രമങ്ങൾ ഇന്ന് രാവിലെ മുതൽ തന്നെ ആരംഭിച്ചു. ഒപ്പം ഈ രണ്ടാമത്തെ പ്രതി CP പ്രവീണിനെയും ഏതാണ്ട് പോലീസ് ലൊക്കേറ്റ് ചെയ്തതായിട്ടാണ് നമുക്കറിയാൻ കഴിയുന്നത്. എന്നാൽ അത് ഏത് ഭാഗത്താണ് ഉള്ളത് എന്ന് നമുക്കിപ്പോഴും കൃത്യമായൊരു വിവരമില്ല. ഒരുപക്ഷെ കുറച്ചുകൂടെ അല്പസമയത്തിനകം ആ കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അറസ്റ്റ് പിടിയിലായ ഘട്ടത്തിൽ തന്നെ അപ്പോൾ തന്നെ പ്രതിയുമായി പ്രാഥമികമായ ചോദ്യം ചെയ്യലിന് ശേഷം നേരെ അദ്ദേഹത്തെ ഇപ്പോൾ തൃശ്ശൂർ പോലീസ് ക്ലബിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തോടൊപ്പം പാലക്കാട് ക്രൈംബ്രാഞ്ചിൻ്റെ DYSP സജീവൻ, അതോടൊപ്പം വലപ്പാട് CAയും കൊല്ലങ്കോട് CAയും SIയും അടങ്ങുന്ന സംഘമാണ് അവരോടൊപ്പം ഉള്ളത്. രണ്ടാം പ്രതി CP പ്രവീണിനെ അല്പസമയത്തിനകം തന്നെ ആ കാര്യത്തിൽ CP പ്രവീണിൻ്റെ കാര്യത്തിൽ ചില നിർണായകമായ വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുള്ളതായിട്ടാണ് നമുക്കറിയാൻ കഴിയുന്നത്. പക്ഷേ ഈ ഘട്ടത്തിൽ നമുക്ക് സ്ഥിരീകരിച്ച് ആ വിവരം റിപ്പോർട്ട് ചെയ്യാനാവുന്നില്ല. പക്ഷേ ഒരു 50% ചാൻസ് അല്പസമയത്തിനകം CP പ്രവീൺ വലയിലാവാനുള്ള സാധ്യതയുണ്ട്. പോലീസിന് ഒരു പ്രത്യേക സ്ഥലം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പോലീസ് ഒരു തിരച്ചിൽ നടത്തുകയാണ്. ഇതിനാകെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് തൃശ്ശൂർ ക്രൈംബ്രാഞ്ചിൻ്റെ IG ശ്രീജിത്ത് ടീമിനെ നിയന്ത്രിക്കുന്നുണ്ട്. അല്പസമയത്തിനകം നമുക്ക് ആ കാര്യത്തിൽ ഒരുപക്ഷെ അറിയാൻ കഴിയും എന്നാണ് നേതാവ് വിജിൻ ഈ വാർത്തയോട് പ്രതികരിക്കാൻ ടെലിഫോൺ ലൈനിലുണ്ട്. വിജിൻ, വളരെ നിർണായകമായ അറസ്റ്റ് എന്ന് തന്നെയാണ് ഇതിനെ വിശേഷിപ്പിക്കേണ്ടത്. 2 പേർ കൂട്ടുപ്രതികൾ, 2 പേർ കൂടിയുണ്ട്. അവർ പിടിയിലായി എന്ന തരത്തിൽ സൂചനയുണ്ടെങ്കിൽ പോലും ഇക്കാര്യത്തിൽ ഔദ്യോഗികമായ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. വളരെ നിർണായകമായ അറസ്റ്റ് എങ്ങനെയാണ് കാണുന്നത് താങ്കൾ? തീർച്ചയായും കേരളത്തിലെ ഗവൺമെന്റുമായി ബന്ധപ്പെട്ടും ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ടും SFI ഈ കേസുമായി ബന്ധപ്പെട്ട് പൂർണ്ണ തൃപ്തിയിൽ തന്നെയായിരുന്നു. കാരണം ആത്മഹത്യയായി തള്ളിക്കളയാൻ ശ്രമിച്ച ഈ സംഭവത്തെ, ജിഷ്ണുവിന്റെ മരണത്തെ അതൊരു കൊലപാതക ശ്രമമാണ് എന്നതിൽ എത്തിച്ചതിൽ നിർണായക പങ്കുവഹിച്ചത് ഈ പോലീസ് സംഘം തന്നെയാണ്. ആ പോലീസിന്റെ അന്വേഷണ ഘട്ടം ഓരോ ഘട്ടം എടുത്ത് പരിശോധിച്ചാലും വളരെ കൃത്യമായി ACP കിരൺ നാരായണ നേതൃത്വത്തിലുള്ള സംഘം അതിവിദഗ്ധമായ രീതിയിൽ തന്നെയാണ് ഇതിനെക്കുറിച്ച് പരിശോധിച്ചതും അന്വേഷണം നടത്തിയതും ഈ കാര്യങ്ങളെല്ലാം പുറത്തു കൊണ്ടുവന്നതും. അങ്ങനെയാണ് കൃഷ്ണദാസിനെ 1-ാം പ്രതിയാക്കിക്കൊണ്ട് സഞ്ജിത്ത് 2-ാം പ്രതിയായിക്കൊണ്ട് പ്രതിപട്ടിക ശക്തിവേൽ ഉൾപ്പെടെയുള്ള പ്രവീൺ ഉൾപ്പെടെയുള്ള അധ്യാപകൻ അടങ്ങുന്ന ഒരു പ്രതിപട്ടിക പുറത്തു വന്നത്. അതുമായി ബന്ധപ്പെട്ട് കൃഷ്ണദാസിനെയും സഞ്ജിത്തിനെയും അറസ്റ്റ് ചെയ്യുകയും ചോദ്യം ചെയ്യുകയും ചെയ്തു. മുൻകൂർ ജാമ്യത്തിന്റെ ലഭിച്ചതുകൊണ്ട് തന്നെ കൃഷ്ണദാസും സഞ്ജിത്തിനെയും റിമാൻഡ് ചെയ്യാൻ സാധിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായി. പോലീസ് പറഞ്ഞതെന്താ, ഞങ്ങൾ ഉറപ്പായിട്ട് ഈ പ്രതികളെ പിടിക്കുമെന്ന് തന്നെയാണ്. ഒരു ഘട്ടത്തിലും ഒരാളെയും സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കില്ല എന്നുള്ളതാണ്. ചരിത്രത്തിലാദ്യമായി ഇവിടെ പരിശോധിക്കേണ്ട ചരിത്രത്തിലാദ്യമായാണ് കേരളത്തിൽ ഒരു സ്വാശ്രയ കോളേജ് മുതലാളിയെ കേസിൽ പ്രതി ചേർക്കുന്നതും അതിന്റെ ഭാഗമായി അറസ്റ്റ് നടക്കുന്നതും. തീർച്ചയായും ഞങ്ങൾ ഈ പോലീസിൽ അർപ്പിച്ച, ഈ ഗവൺമെന്റിൽ അർപ്പിച്ച
SFI ഉൾപ്പെടെ ഈ സമരം ആരംഭിച്ച പ്രസ്ഥാനം ജിഷ്ണു ഫെർണാണ്ടയുടെ ആത്മഹത്യ, അത് ആത്മഹത്യയല്ല എന്ന്, അതിനകത്ത് കൊലപാതക ശ്രമം നടന്നിട്ടുണ്ട് എന്ന് ഈ കേരള സമൂഹത്തോട് ആദ്യം പറഞ്ഞ വിദ്യാർത്ഥി പ്രസ്ഥാനം അത് SFI ആണ്. അതിനുവേണ്ടി സമരം ഏറ്റെടുത്ത പ്രസ്ഥാനം SFI ആണ്. അതുകൊണ്ട് തന്നെ ഏറെ സന്തോഷമുള്ള ഒരു നിമിഷം കൂടിയാണ്. പ്രതികൾ അറസ്റ്റ് ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും, ഇവിടെ പല സമരങ്ങളും നടന്നു. രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയുള്ള പല ഇടപെടലുകളും പല ആളുകളും ഈ സമരത്തിന്റെ ഒരു ഘട്ടത്തിൽ പോലും കാണാത്ത ആൾക്കാർ ഈ കേരളത്തിലെ പ്രതിപക്ഷം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ BJPയുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി കടന്നു വന്നു. ഒരു ഘട്ടത്തിൽ ഞങ്ങൾ കണ്ടില്ല. 2 ദിവസം മുന്നെയാണ് ഇവിടെ അമ്മയുടെ കണ്ണുനീരിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് വാചാലരായിക്കൊണ്ട് ചില ആൾക്കാർ കടന്നു വന്നു. ഞങ്ങൾ പറഞ്ഞത് എന്താ, ജനുവരി മാസം 6-ാം തീയതി ജിഷ്ണു പ്രണോയ് മരിച്ച ഘട്ടത്തിൽ തൊട്ടടുത്ത ദിവസം ജിഷ്ണു പ്രണോയുടെ ശവശരീരം കെട്ടിപ്പിടിച്ചുകൊണ്ട് ആ അമ്മ കരഞ്ഞൊരു കണ്ണുനീരുണ്ടായിരുന്നു. ആ കണ്ണുനീർ കേരളത്തിൽ ഏതെങ്കിലും ചാനലുകൾ കണ്ടിട്ടുണ്ടോ? കേരളത്തിലെ ഏതെങ്കിലും കോൺഗ്രസോ BJPയോ പോലുള്ള രാഷ്ട്രീയ ലാഭത്തിന് നാടകത്തിന് കടന്നു വന്ന ഇവർ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. അന്ന് SFI ആ കണ്ണുനീർ കാണുകയും ശക്തമായി സമരം ഏറ്റെടുക്കുകയും അതിനെ തുടർന്ന് കൃത്യമായി അന്വേഷണം നടത്തിയത് ഈ കേരളത്തിലെ പോലീസ് സംവിധാനമാണ്. അതുകൊണ്ട് ഞങ്ങൾ പൂർണ്ണ തൃപ്തിയിൽ തന്നെയായിരുന്നു. ഇന്ന് ഇവരെ അറസ്റ്റ് ചെയ്തു എന്നറിഞ്ഞത് തീർച്ചയായും ഈ ഞങ്ങൾ നടത്തിയ ഒരു സമരത്തിന്റെ വിജയം കൂടിയാണ്. അതിൽ ഏറെ അഭിമാനിക്കുന്നു. തീർച്ചയായും കേരളത്തിലെ ഗവൺമെന്റിൽ, പോലീസിൽ ഞങ്ങൾ അർപ്പിച്ച വിശ്വാസത്തിന്റെ വിജയം കൂടിയായിട്ടാണ് SFI ഇതിനെ കാണുന്നത്. അതെ, സാഹചര്യ തെളിവുകൾ മാത്രമുള്ളൊരു കേസിൽ തികച്ചും ശാസ്ത്രീയമായ മാർഗങ്ങളിലൂടെയാണ് അന്വേഷണ സംഘം സഞ്ചരിച്ചത്. പക്ഷേ വലിയ തരത്തിൽ അതിനെ പൊതുസമൂഹത്തിന് മുന്നിൽ തെറ്റിദ്ധരിപ്പിക്കാൻ ഒരു വിഭാഗത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. സർക്കാരിന്റെ ഭാഗത്തു നിന്നൊരു വിശദീകരണം ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നത് പോലും ആ സാഹചര്യത്തിൽ കൂടിയാണല്ലോ. എങ്ങനെയാണ് പൊതുവിൽ ഇതിനെ കാണാനാവുക? കാരണം പോലീസ് അന്വേഷണത്തിന്റെ ഈ ഘട്ടങ്ങളിൽ ഉഴപ്പുകയാണ് എന്ന് പോലും പറഞ്ഞു നടന്നവർ ഉണ്ട്, അങ്ങനെ വിശ്വസിപ്പിക്കുകയും ചെയ്തവരുണ്ട്. വിജിൻ, ഇവിടെ ജിഷ്ണുവിന്റെ അമ്മയുൾപ്പെടെ നടത്തിയ സമരത്തെ ഒരിക്കലും ഞങ്ങൾ വില കുറച്ച് കാണുകയോ അമ്മയുടെ കണ്ണുനീരിനെ കാണാതെ പോവുകയും ചെയ്യുകയല്ല. പക്ഷെ അതിന്റെ മറവിൽ ചില രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ചില ആൾക്കാർ കടന്നു വന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. അത് തന്നെയാണ് ഈ 2 ദിവസങ്ങളായി കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചില രാഷ്ട്രീയ ലാഭമുണ്ടാക്കാൻ ചില പൊറാട്ട് നാടകങ്ങളുമായി ഈ വിഷയത്തിൽ ചില ആൾക്കാർ കടന്നു വന്നിട്ടുണ്ട്. ഞാൻ ഈ വിഷയത്തിൽ SFIയുടെ സംസ്ഥാന സെക്രട്ടറി എന്ന രീതിയിൽ ആദ്യഘട്ടം മുതൽ, ജിഷ്ണുവിന്റെ മരണം നടന്ന ഘട്ടം മുതൽ ഇടപെട്ട ഒരാൾ എന്ന രീതിയിൽ എനിക്ക് കൃത്യമായി അറിയാം. ഈ അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടെ ഒരു അതൃപ്തിയും ജിഷ്ണുവിന്റെ കുടുംബം ഇന്നേവരെ പറഞ്ഞിട്ടില്ല. ഈ 2 ദിവസം മുന്നേ തിരുവനന്തപുരത്ത് DGP ഓഫീസിന് മുന്നിൽ നടന്ന ഒരു സംഭവം, ആ സംഭവത്തിന് തൊട്ട് മുന്നേ വരെയും ജിഷ്ണുവിന്റെ കുടുംബം അന്വേഷണ സംഘത്തിൽ ഒരു പരാതിയും പറഞ്ഞിട്ടില്ല. ഇന്നും കേരളത്തിലെ ഗവൺമെന്റ് അവർ കുറ്റപ്പെടുത്താൻ തയ്യാറായിട്ടില്ല. പക്ഷെ അതിന്റെ മറവിൽ ഒരു അമ്മയുടെ കണ്ണുനീരിന്റെ പേരിൽ ചില രാഷ്ട്രീയ ലാഭക്കാർ കടന്നു വരികയും അവരാണ് ഉഴപ്പിയെന്ന രീതിയിൽ, എവിടെയാ ഉഴപ്പിയത് അതിനെക്കുറിച്ച് കൃത്യമായി പരിശോധിക്കണ്ടേ. ആത്മഹത്യ എന്നാണ്, കോപ്പിയടിച്ച് ആത്മഹത്യ എന്നാണ് ആദ്യം വന്ന റിപ്പോർട്ട്, ആദ്യം വന്ന വാർത്ത. 6-ാം തീയതി ആ വാർത്ത പുറത്തു വന്നു, ആത്മഹത്യ ചെയ്ത് കോപ്പിയടിച്ചതിന്റെ പേരിൽ. കേരളത്തിലെ ഏത് മാധ്യമങ്ങൾ കൊടുക്കാൻ തയ്യാറായി? കൈരളി ചാനൽ, ഞാൻ ഒരു ഘട്ടത്തിലും കൈരളി ചാനലിനെ ഈ മാധ്യമങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടി വായിക്കില്ല. 2 ചാനലുകൾ, ഒന്ന് കൈരളി ചാനൽ, മറ്റൊന്ന് റിപ്പോർട്ടർ ചാനൽ. ഈ 2 ചാനലുകൾ ഈ വാർത്ത കൊടുക്കാൻ തയ്യാറായി. ആദ്യമായി #, ക്യാമ്പയിൻ ആരംഭിച്ചത് കൈരളിയാണ്. കൈരളി ചാനൽ ഉൾപ്പെടെ നടത്തിയിട്ടുള്ള ഒരു #, ക്യാമ്പയിൻ ഉണ്ട്. അതിന്റെ ഉൾപ്പെടെ ഭാഗമായിട്ടാണ് ഈ വാർത്ത ഇതൊരു ആത്മഹത്യയല്ല എന്നും അവിടെ കൊലപാതക ശ്രമം ഉണ്ടായി എന്നും പറയുന്ന നിലയിലുണ്ടായത്. 7-ാം തീയതി മുതൽ SFI സമരത്തിലാണ്. ഇപ്പോൾ ചില ആൾക്കാർ പറയും ഞങ്ങളാണ് ആദ്യം സമരം ആരംഭിച്ചത്. ആരാ സമരം ആരംഭിച്ചത്? 7-ാം തീയതി ഞങ്ങൾ സമരത്തിലായിരുന്നു, ഒരു മാധ്യമവും കണ്ടില്ല. 9-ാം തീയതി ആ കോളേജിലെ ഇടിമുറി ഞങ്ങൾ അടിച്ചു തകർക്കുന്നു. ഇടിമുറി അടിച്ചു തകർത്തപ്പോൾ കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന മാധ്യമങ്ങൾ കൊടുത്ത വാർത്ത എന്തായിരുന്നു? പ്രമുഖ കോളേജ് SFI അടിച്ചു തകർത്തു. ആരാണ് കുറ്റക്കാർ? ഞങ്ങൾ. SFIക്കാരെ കുറ്റക്കാരാക്കിക്കൊണ്ടുള്ള വാർത്ത, കോളേജ് അടിച്ചു തകർക്കുന്നവർ SFIക്കാർ എന്ന വാർത്ത മെനയുന്നതിന് വേണ്ടി ശ്രമം നടത്തി. പക്ഷെ ഞങ്ങൾ പോരാട്ടം അവസാനിപ്പിച്ചില്ല. ആ പോരാട്ടത്തിന്റെ ഭാഗമായി തന്നെയാണ് ഈ ക്യാമ്പസിന്റെ പേര് നെഹ്റു കോളേജ് ആണ് എന്നും ഇതിന്റെ മുതലാളി കൃഷ്ണദാസ് ആണ് എന്നും കേരളത്തിലെ മാധ്യമങ്ങൾ പറയേണ്ടി വന്നത്. 5 ദിവസം കഴിഞ്ഞിരുന്നു സംഭവം കഴിഞ്ഞു. എന്തായാലും വിജിൻ, വൈകിട്ട് 5:30 ജിഷ്ണുവിന്റെ കുടുംബം മാധ്യമങ്ങളെ കാണുന്നുണ്ട്. സമരം അവസാനിക്കുന്നു എന്ന തരത്തിലുള്ള സൂചനകളാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുകയും ചെയ്യുന്നത്. കാര്യങ്ങൾ ശുഭാന്ത്യത്തിലേക്ക് കടക്കുകയാണോ? അങ്ങനെയുള്ളൊരു പര്യവസാനത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നുവെന്ന ആശ്വാസജനകമായ ഒരു സാഹചര്യം ഉണ്ടാകുന്നതിന്റെ സൂചനകൾ ലഭിക്കുന്നുണ്ടോ ഇപ്പോ? വിജിൻ, എന്നോടാണോ? അതെ അതെ. ഇവിടെ തീർച്ചയായും അവിടെ ഇപ്പൊ കുടുംബം കാണുകയും സമരം അവർ അവസാനിപ്പിക്കുകയും ചെയ്യും. കാരണം ഇവിടെ പ്രതികളെല്ലാം അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അത് അവർ തീരുമാനിക്കേണ്ടതാണ്. പക്ഷെ ഈ സമരത്തിനേക്ക് അകത്തേക്ക് ചില നുഴഞ്ഞുകയറ്റം നടന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതിനെക്കുറിച്ച് ഉൾപ്പെടെ അന്വേഷിക്കണം. ഇവിടെ ഞങ്ങൾ എല്ലാ ഘട്ടത്തിലും പറഞ്ഞത് എന്താ, ഇവിടുത്തെ അന്വേഷണം വളരെ കൃത്യമാണ്.
നല്ല രീതിയിൽ തന്നെയാണ് ഈ പോലീസ് അന്വേഷണം പോയത്. ഒരു ഘട്ടത്തിൽ ഉഴപ്പിയിട്ടില്ല. ഈ കേസുമായി ബന്ധപ്പെട്ട് മൊഴി കൊടുത്ത ഒരാളാണ് ഞാൻ. ഈ കേസിൽ ജിഷ്ണു പ്രണോയ് കഴിഞ്ഞ ഡിസംബർ മാസം 6-ാം തീയതി കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയിലെ പരീക്ഷ മാറ്റിവെക്കണമെന്ന് പറഞ്ഞ് എനിക്കൊരു വാട്സപ്പ് സന്ദേശം അയക്കുകയുണ്ടായി. ആ പരീക്ഷ എസ്എഫ്ഐയുടെ സമരത്തെ തുടർന്ന് മാറ്റിവെച്ചപ്പോൾ താങ്ക്സ് എന്ന് പറഞ്ഞ മറ്റൊരു സന്ദേശം ജിഷ്ണു പ്രണോയ് അയക്കുകയുണ്ടായി. പക്ഷെ ഞങ്ങൾക്കറിയില്ല, 100ഓളം വരുന്ന വിദ്യാർത്ഥികൾ അയച്ച ഒരു വാട്സപ്പ് സന്ദേശത്തിന്റെ കൂട്ടത്തിലായിരുന്നു ഈ സന്ദേശവും. പക്ഷെ അതിന്റെ ഭാഗമായി ഈ പോലീസിൽ മൊഴി കൊടുത്ത ഒരാളാണ്. ഓരോ ഘട്ടത്തിലും ഈ കേസിനകത്ത് ഇടപെട്ട ഒരാൾ, അതിനെക്കുറിച്ച് മനസ്സിലാക്കിയ ഒരാൾ എന്ന രീതിയിൽ ഒരു ഘട്ടത്തിലും ഒരു ഉഴപ്പലും ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടില്ല. വളരെ കൃത്യം. ആത്മഹത്യയിൽ നിന്ന് ഇടിമുറികൾ ഉണ്ടായിരുന്നു, അടിച്ചിരുന്നു, മർദ്ദിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ജിഷ്ണുവിനെതിരായി വാട്സപ്പ് സന്ദേശങ്ങളോ ഓഡിയോ ക്ലിപ്പുകളും ശേഖരിച്ചുകൊണ്ട് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനം കൃഷ്ണദാസ് നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഉത്തരവാദി കൃഷ്ണദാസും സഞ്ജിത്തുമാണ് എന്ന് കണ്ടെത്തിയത് ആരാ? അത് കേരളത്തിലെ പോലീസ് തന്നെയായിരുന്നു. ഇന്നിപ്പോൾ ഇവിടെ ശക്തിവേലിനെ അറസ്റ്റ് ചെയ്തു. അറസ്റ്റ്? കേരളത്തിലെ പോലീസ്. അതോടൊപ്പം തന്നെ കേരളത്തിലെ ഗവൺമെന്റ് നടത്തിയ ഇടപെടലുകൾ അത് ചർച്ച ചെയ്യപ്പെടാതെ പോവുകയാണ്. അതെ, അത് തന്നെയാണ് ഈ പോലീസ് ആസ്ഥാനത്ത് നടന്ന വിഷയങ്ങളെയൊക്കെ വലിയ അളവോളം തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായിരിക്കുകയും ചെയ്തിരുന്നു. കാരണം പോലീസിന്റെ കൃത്യനിർവഹണത്തെ തടസ്സപ്പെടുത്തിയവരെയാണ് അറസ്റ്റ് ചെയ്തിരുന്നത്. അല്ലാതെ അവിടെ ഈ ജിഷ്ണുവിന്റെ ബന്ധുക്കളെ അറസ്റ്റ് ചെയ്തു എന്ന തരത്തിലുള്ള വ്യാപകമായ പ്രചാരണം ഉണ്ടായി. ഇന്ന് ഏറ്റവും ഒടുവിലായി DGPക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ പോലും ഉണ്ടായിരുന്നു SUCയുടെ മുഖമാസികയിൽ പോലീസിനെതിരെ ആക്രമണം നടത്താനുള്ള ലഘുലേഖകൾ അതിലുണ്ടായിരുന്നു എന്ന് ഇന്ന് നൽകിയ റിപ്പോർട്ടിലുണ്ട്. വളരെ ആശങ്കാജനകമായ സാഹചര്യമാണ്. കാരണം അത്തരത്തിൽ വളരെ ഗൗരവമായി ഫലപ്രദമായി തെറ്റിദ്ധരിപ്പിക്കാൻ കഴിഞ്ഞു എന്ന സാഹചര്യം കൂടി നിൽക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഈ സമരത്തിലേക്ക് നുഴഞ്ഞു കയറിയവർ. തീർച്ചയായും ഇവിടെ DGP ഓഫീസിന് മുന്നിലേക്ക് സമരങ്ങൾ നടത്തിയവർ തന്നെയാണ് ഞങ്ങളും. പക്ഷെ ആ സമരങ്ങൾ തീർച്ചയായും DGP ഓഫീസിനകത്ത് മുന്നോട്ട് പോകുമ്പോൾ തടയും. അത് 5 പേരാണെങ്കിലും അത് 10 പേരാണെങ്കിലും അതിൽ കൂടുതലാണെങ്കിലും അത് തടയുന്ന രീതി തന്നെയാണ്. DGP ഓഫീസിന് മുന്നിൽ സമരം അനുവദിക്കില്ല. അത് എല്ലാവർക്കും അറിയുന്നതാണ്. അത് അവിടെ അമ്മയോ സഹോദരനോ അല്ലെങ്കിൽ മകനോ മകളോ എന്നല്ല, ഒരു ഇന്ത്യൻ പൗര എന്ന നിലയിലാണ് അവിടെ DGP ഓഫീസിന് മുന്നിൽ തടയുക. അതിഭീകരമായിട്ട് ഞങ്ങളുടെ സമരങ്ങളെയൊക്കെ മർദ്ദിച്ചിട്ടുണ്ട്. അപ്പോഴൊന്നും വാർത്തകളും ഞങ്ങൾ കണ്ടിട്ടില്ല. പക്ഷെ ഇവിടെ ആ രീതിയിലുള്ള ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ല. DGP ഓഫീസിന് മുന്നിൽ അവിടുത്തെ ഓഫീസ് സംവിധാനത്തിന് മുന്നിലേക്ക് സമരവുമായി പോകുമ്പോൾ ഉണ്ടായ ഒരു തടസ്സപ്പെടുത്തൽ മാത്രമാണ്. പക്ഷെ അവിടെ ഉണ്ടായ വിഷയത്തിന് കാരണം ആരാ? നുഴഞ്ഞു കയറ്റക്കാരാണ്. ആരൊക്കെയാണ്? അവരിന്ന് ജയിലിൽ കിടക്കുകയാണ്. ഒരു തോക്കുസ്വാമി. ആ തോക്കുസ്വാമി ഇപ്പൊ പറയുന്ന DGPയുടെ അപ്പോയിന്റ്മെന്റ് എടുത്തു എന്നാണ്. ഞങ്ങൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കി. മാധ്യമപ്രവർത്തകർ പറയുന്നത് കേട്ടിട്ട് ആ തോക്കുസ്വാമി അവിടെ നിൽക്കുന്നത് കണ്ട ചില ആൾക്കോട് പറഞ്ഞു, ഞാൻ അനുഗ്രഹം കൊടുക്കാൻ വന്നതാണ് എന്നാണ്. ജിഷ്ണുവിന്റെ കുടുംബത്തിന് അനുഗ്രഹം കൊടുക്കാനാണ് തോക്കുസ്വാമി വന്നത് എന്നാണ് മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ, ഞാൻ സംസാരിച്ച മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ എന്നോട് പറഞ്ഞ അനുഗ്രഹം കൊടുക്കാൻ വന്ന തോക്കുസ്വാമി. അതുപോലെ തന്നെ ഷാജഹാൻ വന്ന് അവിടുന്ന് ശബ്ദമുണ്ടാക്കി. എന്താ ഷാജഹാൻ അവിടുത്തെ റോള്? ഷാജഹാൻ വരുന്നു, അദ്ദേഹത്തിന്റെ പത്ത് വരുന്നു. ഇതൊക്കെയാണ് നുഴഞ്ഞുകയറ്റം ഇതിനകത്തേക്ക് ഉണ്ടായത്. ആ നുഴഞ്ഞുകയറ്റത്തിന്റെ ഭാഗമായി അവർ ബോധപൂർവമായി അവിടെ ഒരു വലിയ കുഴപ്പമുണ്ടാക്കാനും, ആ കുഴപ്പമുണ്ടായാൽ ജിഷ്ണുവിന്റെ കുടുംബത്തെ ഉൾപ്പെടെ ഒരുപക്ഷെ പോലീസ് ആക്രമിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അത് വലിയ വാർത്തയാക്കാം, അത് വലിയ ചർച്ചയാക്കാം, അത് കേരളത്തിലെ ഗവൺമെന്റിനകത്ത് തന്നെ മോശപ്പെടുത്താൻ ഉപയോഗിക്കാമെന്ന കൃത്യമായ അജണ്ടയുടെ തീർച്ചയായും അക്കാര്യമൊക്കെ ഗൗരവമായി പൊതുസമൂഹം ചർച്ച ചെയ്യും. ആ അർത്ഥത്തിൽ അവർക്കത് ബോധ്യമാവുകയും ചെയ്യും എന്നുള്ളത് തന്നെയാണ് നിലവിലെ സാഹചര്യത്തിൽ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ തന്നെ പ്രതീക്ഷിക്കുകയും ചെയ്യാം. വളരെ നന്ദി വിജിൻ ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. സമരം ഒത്തുതീർപ്പിലേക്ക് എന്ന പുതിയ വാർത്ത കൂടിയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത്. ഞങ്ങളുടെ പ്രതിനിധി ജിതിൻ ചന്ദ്രൻ ചേരുന്നു. ജിതിൻ, ഈ ജിഷ്ണുവിന്റെ അമ്മ മഹിജയുമായി നേരത്തെ CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ സന്ദർശിച്ചിരുന്നു. അതിനുശേഷം പുറത്തിറങ്ങി അദ്ദേഹം സമരം ഒത്തുതീർപ്പിലേക്ക് എന്ന തരത്തിലുള്ള സൂചനകൾ നൽകുന്ന വാക്കുകളാണ് പറഞ്ഞത്. എന്താണ് നിലവിലെ അവസ്ഥ? അരുൺ, ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ മഹിജ നടത്തുന്ന നിരാഹാര സമരവും ഒപ്പം ജിഷ്ണുവിൻ്റെ അമ്മാവൻ ശ്രീജിത്ത് നടത്തുന്ന സമരവും ഒത്തുതീർപ്പാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് എന്ന വ്യക്തമായ വിവരങ്ങളാണ് നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒത്തുതീർപ്പ് നീക്കങ്ങൾക്ക്, സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒത്തുതീർപ്പ് നീക്കങ്ങൾക്ക് തുടക്കമിട്ടത് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനാണ്. ഇന്ന് രാവിലെ അദ്ദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തി മഹിജയുമായി നേരിട്ട് ചർച്ച നടത്തിയിരുന്നു. പിന്നീട് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനുമായി അദ്ദേഹം ഫോണിൽ സംസാരിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട സമവായ ശ്രമങ്ങൾക്ക് പ്രാരംഭഘട്ട ചർച്ചകൾ നടത്തുകയും ഒരു ഫോർമുല ആ ചർച്ചയിൽ തന്നെ രൂപപ്പെടുകയും ചെയ്തിരുന്നു. പിന്നീടാണ് മറ്റ് സംഭവവികാസങ്ങൾ, സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും കൂടുതൽ സമവായ നീക്കങ്ങൾ, അനുനയന ശ്രമങ്ങൾ ഉണ്ടായത്. അതിൻ്റെ ഭാഗമായി സർക്കാരിനെ പ്രതിനിധീകരിച്ച് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് CP ഉദയഭാനു അല്പസമയത്തിനകം തന്നെ മഹിജയുമായി നേരിട്ട് കണ്ട് കൂടിക്കാഴ്ച നടത്തും. ഒപ്പം അല്പസമയം മുമ്പ് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ജിഷ്ണുവിൻ്റെ അമ്മാവൻ ശ്രീജിത്തുമായി നേരിട്ട് ഫോണിൽ സംസാരിക്കുകയുണ്ടായി. 10-15 മിനിറ്റോളം അദ്ദേഹം ആശയവിനിമയം നടത്തിയെന്നാണ് ശ്രീജിത്ത് നമ്മോട് പറഞ്ഞത്. ആ ആശയവിനിമയത്തിലും
ഈ ജിഷ്ണുവിൻ്റെ കുടുംബത്തിൻ്റെ ഉറപ്പുകൾ ആവശ്യങ്ങളിൽ പല ഉറപ്പുകൾ അദ്ദേഹം നൽകിയെന്ന വിവരവും അദ്ദേഹം പങ്കുവെക്കുകയുണ്ടായി. ഇക്കാര്യത്തിൽ എന്തായാലും ഇന്ന് തന്നെ സമരം ഒത്തുതീർപ്പാക്കാനുള്ള എല്ലാ സാധ്യതകളുമാണ് നിലവിൽ ഉരുത്തിരിഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ ജിഷ്ണുവിൻ്റെ കുടുംബം മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം പോലീസ് ആസ്ഥാനത്തിന് മുന്നിലേക്ക് തങ്ങൾ സമരത്തിന് വന്നപ്പോഴുണ്ടായ സംഭവവികാസങ്ങളിൽ അവർക്കെതിരെയുണ്ടായ പോലീസ് നടപടിയിൽ ഉത്തരവാദികളായ പോലീസുകാർക്കെതിരെ നടപടിയെടുക്കണം എന്നതാണ്. ആ കാര്യങ്ങളിൽ ഒരു തീരുമാനത്തിനാണ് ഇപ്പോൾ ഇനി നടക്കുന്ന ചർച്ചയിൽ സാധ്യത നാം കാണുന്നത്. ഒപ്പം ഇപ്പോൾ പ്രത്യേകിച്ച് ജിഷ്ണു വധക്കേസിലെ പ്രതികളായ പ്രധാന 2, 3, 4 പ്രതികളെ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ശക്തിവേലിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ആ വാർത്ത കൂടി വന്ന സാഹചര്യത്തിലാണ് സമവായ സാധ്യത കൂടുതൽ വ്യക്തമാകുന്നത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ അഡ്വക്കേറ്റ് CP ഉദയഭാനു സർക്കാരിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് മഹിജയുമായി സംസാരിക്കും, ശ്രീജിത്തുമായി സംസാരിക്കും. അതിനുശേഷം വൈകിട്ട് 5:30 ജിഷ്ണുവിന്റെ കുടുംബം മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ആ വാർത്താ സമ്മേളനത്തിൽ തന്നെ ഇന്ന് സമരം അവസാനിപ്പിക്കുന്ന രീതിയിലുള്ള പ്രഖ്യാപനം ഉണ്ടാകുമെന്ന വിവരങ്ങളാണ് നിലവിൽ ലഭിക്കുന്നത്. എന്തായാലും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് സർക്കാരിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് CP ഉദയഭാനു നടത്തുന്ന ചർച്ചയിൽ ജിഷ്ണുവിന്റെ കുടുംബത്തിന്റെ ആവശ്യങ്ങളിൽ ഏകദേശ ധാരണ ഉണ്ടാകുമെന്ന ഉറപ്പാണ് നമുക്ക് വിവരങ്ങളാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്നത്. ഇന്ന് തന്നെ സമരം തീരാനുള്ള എല്ലാ സാധ്യതകളുമാണ് നിലവിൽ തെളിഞ്ഞു വന്നിരിക്കുന്നത്. അരുൺ, ജിതിൻ ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. 2 പതിറ്റാണ്ടായിട്ടും നോക്കുകുത്തിയായി മണിമല മേജർ കുടിവെള്ള പദ്ധതി. മലയോര മേഖലയിലെ 5 പഞ്ചായത്തുകളുടെ ദാഹം തീർക്കാൻ ഉതകുന്ന പദ്ധതി പൂർണ്ണമായും നിലച്ചു. 52 കോടി ചെലവിട്ട പദ്ധതിയെ പ്രതീക്ഷയോടെ കാത്തിരുന്ന 1.5 ലക്ഷം കുടുംബങ്ങളാണ് കുടിവെള്ളത്തിനായി പരക്കം പായുന്നത്. മണിമല മേജർ കുടിവെള്ള പദ്ധതിക്ക് 52 കോടി രൂപയാണ് ഇതുവരെ ചെലവിട്ടത്. നിർമ്മാണം തുടങ്ങി 14 വർഷം പിന്നിട്ടിട്ടും മണിമല, വെള്ളാവൂർ, വാഴൂർ, ചിറക്കടവ്, പള്ളിക്കത്തോട് പഞ്ചായത്തുകളിലെ 1.5 ലക്ഷം കുടുംബങ്ങൾക്ക് പ്രയോജനം ലഭിക്കേണ്ട പദ്ധതി ഇപ്പോഴും പ്രയോജനരഹിതം. പദ്ധതിക്കായി കുളത്തുങ്കലിൽ സ്ഥാപിച്ചിട്ടുള്ള 90 ലക്ഷം ലിറ്റർ സംഭരണശേഷിയുള്ള ജലശുദ്ധീകരണ ടാങ്കും അനുബന്ധ ഉപകരണങ്ങളും തുരുമ്പെടുത്ത് ഉപയോഗശൂന്യമായി. ഈ സാഹചര്യത്തിൽ കുടിവെള്ളം പണം കൊടുത്തു വാങ്ങേണ്ട സ്ഥിതിയാണെന്ന് വീട്ടമ്മമാർ പറയുന്നു. ഞങ്ങൾ അനുഭവിക്കുന്ന വെച്ചാൽ ഞങ്ങൾക്ക് വെള്ളമില്ല, കുടിക്കാനില്ല, കുളിക്കാനില്ല, നനയ്ക്കാനില്ല. ഇവിടെ ഏറ്റവും ക്ഷാമമുള്ള ഒരു സ്ഥലമാണ്. നാട് കുടിവെള്ളത്തിനായി പരക്കം പായുമ്പോഴും സ്ഥലം MLA നിശബ്ദത പാലിക്കുകയാണെന്നാണ് ജനങ്ങളുടെ ആരോപണം. നയനാർ മന്ത്രിസഭയിലെ ബേബി ജോൺ ജലസേചന വകുപ്പ് മന്ത്രിയായിരിക്കുന്ന കാലത്ത് തറക്കല്ലിട്ട പദ്ധതിയാണിത്. കാലങ്ങളായി ഇവിടുത്തെ ജനപ്രതിനിധി UDFന്റെ കേരള കോൺഗ്രസിന്റെ MLA ആണ്. അദ്ദേഹവും ഈ പദ്ധതിയോടെ വേണ്ടത്ര ഗൗരവത്തോടെ ഇതിനെ സമീപിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അതാണ് ഈ പദ്ധതി ഇത്രയും നീണ്ടുപോകാൻ കാരണം. പദ്ധതി പ്രദേശത്തെ ഗേറ്റ് ഇളക്കി മാറ്റിയ അവസ്ഥയിലാണ്. രാത്രികാലങ്ങളിൽ സാമൂഹ്യവിരുദ്ധരുടെ താവളമാണിവിടം. 2016 മാർച്ചിൽ പദ്ധതി പൂർത്തീകരിച്ച് ജലവിതരണം നടത്തുമെന്ന അധികൃതരുടെ ഒടുവിലത്തെ പ്രഖ്യാപനവും പാഴ്വാക്കായി. അധികൃതരുടെ പാഴ്വാക്കാകുന്ന പ്രഖ്യാപനം കേട്ട് ജനങ്ങൾ മടുത്തെങ്കിലും കുടിവെള്ളത്തിനായി പരക്കം പായുന്ന ജനങ്ങൾ കാത്തിരിക്കുകയാണ് ഈ പദ്ധതി യാഥാർത്ഥ്യമാകാൻ. മണിമലയിൽ നിന്നും ക്യാമറാമാൻ സാംജിത് ആർപ്പുക്കരയോടൊപ്പം TP പ്രശാന്ത്. ജിഷ്ണുവിന്റെ ബന്ധുക്കളുമായി സർക്കാർ വൈകിട്ട് ചർച്ച നടത്തും. സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ CP ഉദയഭാനു ജിഷ്ണുവിന്റെ അമ്മയെയും മറ്റു ബന്ധുക്കളുമായും കൂടിക്കാഴ്ച നടത്തും. വിവരങ്ങളുമായി ജിതിൻ ചന്ദ്രൻ ചേരുകയാണ്. ജിതിൻ, ജിഷ്ണുവിന്റെ അമ്മയും ബന്ധുക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്നതിനായി CP ഉദയഭാനു തിരുവനന്തപുരത്ത് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? അഞ്ചു ഏകദേശം 10 മിനിറ്റ് മുമ്പാണ് സർക്കാരിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ജിഷ്ണുവിന്റെ കുടുംബവുമായി ചർച്ച നടത്താൻ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് CP ഉദയഭാനു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിയത്. ഇപ്പോൾ ജിഷ്ണുവിന്റെ അമ്മ മഹിജയുമായും ഒപ്പം ബന്ധു ശ്രീജിത്തുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സർക്കാരിനെ പ്രതിനിധീകരിച്ച് ഈ സമരം ചെയ്യുന്ന മഹിജയുമായി ഒരു സമവായ ചർച്ച നടത്താനാണ് അഡ്വക്കേറ്റ് CP ഉദയഭാനു എത്തിയിരിക്കുന്നത്. ഒപ്പം ഇന്ന് ശക്തമായ നടപടികൾ ജിഷ്ണുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ ഉണ്ടായിരിക്കുന്നു. അതായത് 3-ാം പ്രതി നെഹ്റു കോളേജിന്റെ വൈസ് പ്രിൻസിപ്പളായ KN ശക്തിവേലിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഒപ്പം 4-ാം പ്രതിയായ പ്രവീൺ നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലാണ് എന്ന വിവരവും പുറത്തുവരുന്നു. ഇത്തരത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ശക്തമായ നടപടികൾ ഈ കേസിൽ ഉണ്ടായ സാഹചര്യത്തിൽ കൂടിയാണ് സമരം ഒത്തുതീർപ്പാകാനുള്ള സാധ്യതകൾ തെളിയുന്നത്. ഒപ്പം നേരത്തെ അല്പസമയം മുമ്പ് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും ജിഷ്ണുവിന്റെ ബന്ധുവുമായി ഫോണിൽ നേരിട്ട് സംസാരിക്കുകയുണ്ടായി. കുടുംബത്തിന്റെ ആവശ്യങ്ങളിൽ സീതാറാം യെച്ചൂരി ചില ഉറപ്പുകൾ നൽകിയെന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. തിരിച്ച് ജിഷ്ണുവിന്റെ കുടുംബവും ഇതുമായി ബന്ധപ്പെട്ട്
വ്യക്തമായ ആശയവിനിമയം നടത്തിയിരിക്കുന്നു. സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉള്ള ഉറപ്പുകൾ, സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുള്ള തീരുമാനങ്ങൾ ഇപ്പോൾ CP ഉദയഭാനു നേരിട്ട് ജിഷ്ണുവിൻ്റെ കുടുംബത്തെ അറിയിക്കുക കൂടി ചെയ്യുന്നതോടെയാണ് സമരം ഒത്തുതീർപ്പാവാനുള്ള സാധ്യതകൾ തെളിയുന്നത്. പ്രത്യേകിച്ച് ഇന്നുണ്ടായ അറസ്റ്റും ഒപ്പം മറ്റ് ആവശ്യങ്ങളിലുള്ള ധാരണയുമാണ് സമരം ഒത്തുതീർപ്പാക്കാനുള്ള കാര്യങ്ങളിലേക്ക് തീരുമാനം എത്തിക്കുന്ന രീതി ഉണ്ടായിരിക്കുന്നത്. അതായത് നേരത്തെ ഏറ്റവും ഒടുവിൽ ജിഷ്ണുവിൻ്റെ കുടുംബത്തിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യം പോലീസ് ആസ്ഥാനത്തിന് മുന്നിലേക്ക് അവർ സമരത്തിനെത്തിയപ്പോഴുണ്ടായ പോലീസ് നടപടിയിൽ ഉത്തരവാദികളായ പോലീസുകാർക്കെതിരെ നടപടിയെടുക്കണം എന്നതായിരുന്നു. മ്യൂസിയം SI ഒപ്പം കന്റോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണർ ബൈജു എന്നിവർക്കെതിരെ നടപടിയെടുക്കണം എന്നതായിരുന്നു മഹിജയുടെയും ജിഷ്ണുവിൻ്റെ ബന്ധുക്കളുടെയും ആവശ്യം. ആ ആവശ്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുന്നു എന്ന സൂചനയാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്നത്. ഒപ്പം അവരുടെ മറ്റ് ആവശ്യങ്ങളും പരിഗണിക്കുന്ന രീതിയിലുള്ള ധാരണയായിരിക്കും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും മുന്നോട്ട് വയ്ക്കുക. അതിൽ ജിഷ്ണുവിൻ്റെ കുടുംബത്തിന് സ്വീകാര്യമായ ഉറപ്പുകൾ ഉണ്ടായാൽ സമരം ഒത്തുതീർപ്പാകാനുള്ള സാധ്യതയാണ് ഉണ്ടാകുന്നത്. ഒപ്പം തിരിച്ച് അത്തരത്തിലുള്ള പുരോഗമനപരമായ ആശയവിനിമയം ഈ സർക്കാരും ജിഷ്ണുവിൻ്റെ കുടുംബവും തമ്മിൽ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. സർക്കാരിനെ പ്രതിനിധീകരിച്ച് അഡ്വക്കേറ്റ് CP ഉദയഭാനുവും ഒപ്പം സ്റ്റേറ്റ് അറ്റോർണി KV സോഹനുമാണ് ഈ സമവായ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം നേരത്തെ രാവിലെ CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനും ഈ വിഷയം ഫോണിൽ ചർച്ച നടത്തിയിരുന്നു. കാനം അതിനു മുമ്പ് മഹിജയുമായി നേരിട്ടെത്തി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അവരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിനുശേഷമാണ് ഇരുവരും തമ്മിൽ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നത്. ആ ഫോൺ ആശയവിനിമയത്തിലും സമരം ഒത്തുതീർപ്പാവുന്ന തരത്തിലേക്കുള്ള പ്രാരംഭഘട്ട ധാരണകൾ ഉണ്ടായി എന്ന സൂചനയും നമുക്ക് ലഭിക്കുന്നു. എന്തായാലും ഇന്ന് വൈകിട്ട് 5:30 ജിഷ്ണുവിൻ്റെ കുടുംബം മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ആ വാർത്താ സമ്മേളനത്തിൽ തന്നെ സമരം ഒത്തുതീർപ്പാവുന്ന തരത്തിലുള്ള പ്രഖ്യാപനം എന്നാണ് നിലവിൽ നാം പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇപ്പോൾ അഡ്വക്കേറ്റ് CP ഉദയഭാനു സർക്കാരിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ജിഷ്ണുവിൻ്റെ കുടുംബവുമായി ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ആശയവിനിമയത്തിന് ശേഷം നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ തന്നെ സമരം ഒത്തുതീർപ്പാവുന്ന പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് തന്നെയാണ് നിലവിൽ ഉറപ്പാകുന്ന സാധ്യതകൾ. തീർച്ചയായും അത് തന്നെയാണ് ജിതിൻ. ഒരുപക്ഷെ കേസിൽ നിർണായകമായ ഒരു വഴിത്തിരിവ് ഉണ്ടായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ, ശക്തിവേലിന്റെ അറസ്റ്റ് ഉണ്ടായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ സമരം ഒത്തുതീർപ്പിലേക്ക് എത്തുന്ന സാധ്യതയാണ് തെളിയുന്നത് എന്ന് വ്യക്തമാണ്. ഒരുപക്ഷെ ആ രീതിയിൽ തന്നെ ഒരു അപ്രോച്ച് ആയിരിക്കുമോ CP ഉദയഭാനുവിന്റെ ഭാഗത്തു നിന്നുണ്ടാവുക? എല്ലാ രീതിയിലുള്ള സമരത്തിൽ ഒരു അയവ് വരുത്തുന്നതിനുള്ള സൂചനകൾ അത് തന്നെയല്ലേ ലഭിക്കുന്നതും? തീർച്ചയായും അഞ്ജു, സർക്കാർ ഇക്കാര്യത്തിൽ എടുത്ത നടപടികൾ, ദ്രുതഗതിയിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ നടപടികൾ ജിഷ്ണുവിൻ്റെ കുടുംബത്തിന് മുന്നിൽ അഡ്വക്കേറ്റ് CP ഉദയഭാനു വീണ്ടും അവതരിപ്പിക്കും. ആദ്യമായി അദ്ദേഹം ചെയ്യുക അതുതന്നെയായിരിക്കുമെന്ന സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. പ്രത്യേകിച്ച് മഹിജ സമരം ആരംഭിച്ച ആ സമയം തന്നെ ജിഷ്ണു കേസിലെ മറ്റു പ്രതികളെ പിടികൂടുന്നതിനായി വീണ്ടും രണ്ടാമത് പ്രത്യേക അന്വേഷണ സംഘത്തെ സർക്കാർ നിയോഗിച്ചിരുന്നു. ക്രൈംബ്രാഞ്ച് ADGP നിതിൻ അഗർവാളിൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തെയാണ് സർക്കാർ ഇക്കാര്യത്തിനായി ഒളിവിൽ കഴിയുന്ന പ്രതികളെ പിടികൂടാനായി പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ആ കാര്യം മുൻനിർത്തിയും ഒപ്പം ഏറ്റവും ഒടുവിലുണ്ടായിരിക്കുന്ന വൈസ് പ്രിൻസിപ്പൽ ശക്തിവേലിൻ്റെ അറസ്റ്റും ഒപ്പം 4ാം പ്രതിയായ ഫിസിക്കൽ ട്രെയിനർ പ്രവീണിൻ്റെ പോലീസ് കസ്റ്റഡിയിലാണ് എന്ന വിവരവും വരുന്നു. ഈ കാര്യങ്ങളെല്ലാം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഇക്കാര്യത്തിലൊരു ധാരണ എന്ന ഒത്തുതീർപ്പ് ഫോർമുല രൂപപ്പെടുന്നത്. സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ശക്തമായ നടപടികൾ ഇക്കാര്യത്തിൽ ഉണ്ടായ സാഹചര്യത്തിൽ ആ സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ഇക്കാര്യങ്ങൾ, ഒപ്പം തന്നെ മറ്റ് ജിഷ്ണുവിൻ്റെ കുടുംബത്തിൻ്റെ മറ്റ് ആവശ്യങ്ങളിൽ സർക്കാർ നൽകുന്ന ഉറപ്പുകൾ, അത് ജിഷ്ണുവിൻ്റെ കുടുംബം സ്വീകരിക്കും, അത് അവർക്ക് സ്വീകാര്യമായിരിക്കും എന്ന് തന്നെയാണ് നാം ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഒപ്പം കഴിഞ്ഞ ദിവസം അവർ തിരുവനന്തപുരത്ത് പോലീസ് ആസ്ഥാനത്തിന് മുന്നിലേക്ക് സമരത്തിനെത്തിയപ്പോൾ അവിടെയുണ്ടായ പോലീസ് നടപടിയിൽ ഉത്തരവാദികളായ പോലീസുകാർക്കെതിരെ നടപടിയെടുക്കണം എന്നതായിരുന്നു ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ജിഷ്ണുവിൻ്റെ കുടുംബം മുന്നോട്ട് വെച്ചിരുന്ന ആവശ്യം. ആ ആവശ്യത്തിലും അനുഭാവപൂർവമായ സമീപനം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും. അത്തരം ഉറപ്പുകൾ സർക്കാർ കൊടുത്തേക്കുമെന്ന സൂചനകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്തായാലും ഇക്കാര്യങ്ങളെല്ലാം മുൻനിർത്തിക്കൊണ്ട് ഇന്ന് തന്നെ സമരം ഒത്തുതീർപ്പാവാനുള്ള സാധ്യതയാണുള്ളത്. സർക്കാർ പ്രതിനിധിയായ CP ഉദയഭാനുവും സ്റ്റേറ്റ് അറ്റോർണി KV സോഹൻ റോയും ഇവരോട് നടത്തുന്ന ആശയവിനിമയത്തിൽ അത് അവർക്ക് സ്വീകാര്യമായ കാര്യങ്ങൾ തന്നെയായിരിക്കും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇക്കാര്യത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന കടുത്ത ആവശ്യങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന ഉറച്ച ആവശ്യങ്ങളിൽ നിന്ന് ജിഷ്ണുവിൻ്റെ കുടുംബവും അല്പം പിന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട് എന്ന സൂചനയും നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് തന്നെ സമരം ഒത്തുതീർപ്പാവും എന്നത് ഇപ്പോൾ ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്. ഇന്ന് വൈകിട്ട് 5:30 ജിഷ്ണുവിൻ്റെ കുടുംബം നടത്തുന്ന വാർത്താ സമ്മേളനത്തിൽ സമരം ഒത്തുതീർപ്പായി അല്ലെങ്കിൽ സമരം അവസാനിപ്പിക്കുന്നു എന്ന പ്രഖ്യാപനം ഉണ്ടാകും എന്ന് തന്നെയാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങളിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത്. അഞ്ജു, CP ഉദയഭാനുവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അതേ തുടർന്ന് ഉടൻ തന്നെ മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യതയാണോ തെളിയുന്നത്?
അഞ്ജു, നിലവിൽ അറിയിച്ചിരിക്കുന്നത് 5:30യോടുകൂടി ജിഷ്ണുവിന്റെ കുടുംബം പറ്റുമെങ്കിൽ മഹിജ തന്നെ മാധ്യമങ്ങളെ കാണുമെന്നാണ് അറിയിച്ചിരുന്നത്. മഹിജ നിലവിൽ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിലാണുള്ളത്, അതുകൊണ്ട് അവർ മാധ്യമങ്ങളെ കാണുമോ എന്നത് ഉറപ്പല്ല. എന്തായാലും 5:30യോടുകൂടി ജിഷ്ണുവിന്റെ കുടുംബം മാധ്യമങ്ങളെ കാണുമെന്നാണ് നേരത്തെ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ 15 മിനിറ്റോളമായി CP ഉദയഭാനു മഹിജയും ഒപ്പം ജിഷ്ണുവിന്റെ ബന്ധുക്കളുമായി ചർച്ച നടത്താനായി ആശുപത്രിക്ക് അകത്ത് പ്രവേശിച്ചിട്ട് ചർച്ചയ്ക്ക് ശേഷം 5:30യോടുകൂടി തന്നെ ഇവർ മാധ്യമങ്ങളെ കാണും എന്ന് വേണം നിലവിൽ കരുതാൻ. നിലവിൽ CP ഉദയഭാനു നടത്തിയ ആശയവിനിമയത്തിലെ കാര്യങ്ങൾ അവർക്ക് വീണ്ടും ജിഷ്ണുവിൻ്റെ കുടുംബത്തിന് തമ്മിൽ വീണ്ടും ചർച്ച നടത്തിയ ശേഷമായിരിക്കും ഒരുപക്ഷെ മാധ്യമങ്ങളെ കാണുക. എന്തായാലും CP ഉദയഭാനു ആശയവിനിമയത്തിന് ശേഷം പുറത്തിറങ്ങുമ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിക്കുമെന്നും പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും 5:30യോടുകൂടി തന്നെ ഇത് സംബന്ധിച്ചൊരു പ്രഖ്യാപനം ഉണ്ടാവുമെന്നാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത്. അധികം വൈകാതെ തന്നെ 5:30 ഉണ്ടായില്ലെങ്കിൽ അധികം വൈകാതെ തന്നെ 6 മണിയോടുകൂടിയെങ്കിലും വാർത്താസമ്മേളനം നടക്കുകയും സമരം ഒത്തുതീർപ്പാവും എന്ന സമരം അവസാനിപ്പിക്കുന്നു എന്ന പ്രഖ്യാപനം ഉണ്ടാകും എന്ന് തന്നെയാണ് നിലവിൽ പ്രതീക്ഷിക്കേണ്ടത്. ഏതായാലും 15 മിനിറ്റിലേറെയായി CP ഉദയഭാനു ഇവരുമായി ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ശരി ജിതിൻ, തുടരുക. ഇപ്പോൾ ജീവൻ കൂടി ചേരുകയാണ്. ജീവൻ, ജിഷ്ണു കേസിലെ 3-ാം പ്രതി നെഹ്റു കോളേജ് വൈസ് പ്രിൻസിപ്പൽ കൂടിയായ ശക്തിവേൽ അറസ്റ്റിലായിരിക്കുകയാണ്. കോയമ്പത്തൂരിൽ നിന്നാണ് ഇയാളെ കേരള പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാളെ എപ്പോഴായിരിക്കും കേരളത്തിലേക്ക് എത്തിക്കുക? മറ്റു നടപടിക്രമങ്ങൾ എപ്പോഴായിരിക്കും ആരംഭിക്കുക? നാടകീയമായ നീക്കങ്ങൾക്കൊടുവിലാണ് കേരള പോലീസിന് വളരെ അഭിമാനാർഹമായ നേട്ടം നൽകിക്കൊണ്ട് കേസിലെ 3-ാം പ്രതിയും നെഹ്റു കോളേജിൻ്റെ വൈസ് പ്രിൻസിപ്പളുമായ ശക്തിവേൽ അറസ്റ്റിലാവുന്നത്. കഴിഞ്ഞ 3 ദിവസത്തിലേറെയായി ഇദ്ദേഹത്തിന് പുറകെ പോലീസ് വളരെ ജാഗരൂകരായി ഉണ്ടായിരുന്നു. കഴിഞ്ഞ 3 മാസത്തിലേറെയായി നടത്തുന്ന അന്വേഷണത്തിൽ ഒരു ഘട്ടത്തിൽ പോലും ശക്തിവേൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിരുന്നില്ല. എന്നാൽ ഒരാഴ്ച മുമ്പ് ശക്തിവേലിൻ്റെ ഭാര്യയെ അപ്രതീക്ഷിതമായി വീട്ടിൽ നിന്നും കാണാതാവുന്നു. തുടർന്ന് ശക്തിവേലുവിൻ്റെ ഭാര്യയെ പിന്തുടർന്ന് കേരള പോലീസ് നടത്തിയ അന്വേഷണത്തിലൊടുവിലാണ് ഇപ്പോൾ ശക്തിവേലുവിനെ പിടികൂടാൻ കഴിഞ്ഞത്. ഭാര്യയുടെ ഒരു രഹസ്യ നമ്പർ ഉണ്ടായിരുന്നു. ആ നമ്പർ അവർ 3 പേരെ വിളിക്കാൻ വേണ്ടി മാത്രമാണ് അവർ ഓൺ ചെയ്തത്. തമിഴ്നാട്ടിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നായിരുന്നു ആ ഫോൺ ഓൺ ചെയ്തത്. അതിലേറ്റവും അവസാനമായി വിളിച്ച കോൾ മദ്രാസ് ഹൈക്കോടതിയിലെ ഒരു അഭിഭാഷകൻ്റെ കോളായിരുന്നു. തുടർന്ന് 2 ദിവസങ്ങൾക്ക് മുമ്പ് കോയമ്പത്തൂർ അന്നൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്നും ഈ മൊബൈൽ ഫോൺ വീണ്ടും ഓണായി. അതോടുകൂടിയാണ് ഭാര്യയെ ട്രേസ് ചെയ്തുകൊണ്ട് പോലീസ് സംഘം ഇവിടേക്ക് പ്രവേശിക്കുന്നത്. ക്രൈംബ്രാഞ്ചിൻ്റെ 5-അംഗ സംഘമായിരുന്നു, 5 സംഘങ്ങളായി തിരിഞ്ഞായിരുന്നു ഇതിൽ പോയത്. എന്നാൽ വലപ്പാട് CA സന്തോഷിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിനാണ് ഈ വിവരം കിട്ടുന്നത്. തുടർന്ന് അവർ ഇന്നലെ ഉച്ചയോടുകൂടി കോയമ്പത്തൂർ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച അന്നൂരിലെത്തി. എന്നാൽ അന്നൂരിൽ വളരെ വിപുലമായ ഒരു വീടും അപ്പാർട്ട്മെൻറ്റുകളുമാണുള്ളത്. അവിടെ എവിടെയാണ് ഈ സ്പെസിഫിക് ലൊക്കേഷൻ എന്നവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. തുടർന്ന് ഹൈടെക് സെല്ലിൻ്റെ സഹായത്തോടു കൂടി അന്നൂർ അവിനാശി റോഡിലെ ഒരു കോളനിയിലേക്ക് അവർ എത്തിപ്പെടുകയായിരുന്നു. എന്നാൽ ആ കോളനിയിൽ നിരവധി വീടുകളാണ് ഉണ്ടായിരുന്നത്. ഏത് ലൊക്കേഷനാണെന്ന് കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയാത്തത് കാരണം ഇന്നലെ രാത്രി കോളനി വളഞ്ഞു നിന്നുകൊണ്ട് അവർ പ്രവർത്തനം ആരംഭിച്ചു. അതിനെ തുടർന്ന് കേരളത്തിൽ നിന്നും പുറപ്പെട്ട മറ്റൊരു സംഘം, കൊല്ലങ്കോട് CAയുടെ നേതൃത്വത്തിലുള്ള സംഘം ഈ കോയമ്പത്തൂർ അവിനാശി റോഡിൽ എത്തിച്ചേർന്നു, അന്നൂർ അവിനാശി റോഡിൽ എത്തിച്ചേർന്നു. ഇന്ന് രാവിലെയോടുകൂടി അവർ സെർച്ചിങ് ആരംഭിച്ചു. ആദ്യഘട്ടത്തിൽ വഴിതെറ്റിപ്പോയ സംഘം പിന്നീട് ശരിയായ ദിശയിലേക്ക് എത്തുകയായിരുന്നു. തപ്പി അങ്ങനെ മുന്നോട്ട് ചെന്നപ്പോഴാണ് ആദ്യം ഒരു ഫാം ഹൗസ് കാണുന്നത്. ആ ഫാം ഹൗസിന് നേരെ എതിർവശത്തായുള്ളത് ഒരു ITCയും ITCയോട് ചേർന്ന് ഒരു കുടുംബവുമാണ് ഉണ്ടായിരുന്നത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഈ ശക്തിവേലിൻ്റെ ഒരു സുഹൃത്താണ് ഈ ITC നടത്തുന്നത് എന്ന് പോലീസിന് മനസ്സിലാവുന്നത്. വളരെ പെട്ടെന്ന് വീട്ടിനുള്ളിലേക്ക് ഇരച്ചു കയറിയ പോലീസ് ശക്തിവേലുവിൻ്റെ ഭാര്യയാണ് ആദ്യം കാണുന്നത്. തുടർന്ന് ഏറ്റവും പുറകിലായി ഒളിവിലിരുന്ന ശക്തിവേലുവിനെ വളരെ വേഗം തന്നെ 3 പോലീസ് ഉദ്യോഗസ്ഥർ, അവരുടെ പേര് നമുക്കറിയാം, ലിജു, സൂരജ്, ജോബ് എന്നിവർ ചേർന്ന് പിടികൂടുന്നത്. തുടർന്ന് വളരെ പെട്ടെന്ന് CA ഇരിക്കുന്ന സ്ഥലത്തേക്ക് എത്തുകയും അവിടെ നിന്ന് അല്പസമയങ്ങൾക്ക് മുമ്പ് തൃശ്ശൂർ പോലീസ് ക്ലബിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള നീക്കങ്ങൾ ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നു. ഇതിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളും ചുക്കാൻ പിടിച്ചുകൊണ്ട് ഹെഡ്ക്വാർട്ടേഴ്സിൽ ഇരുന്നു കൊണ്ട് നിതിൻ അഗർവാളും ഒപ്പം അടക്കമുള്ളവർ ഇതിന് നേതൃത്വം നൽകുന്നുണ്ട്. നിലവിൽ ഒരു IG-യുടെ സാന്നിധ്യം തൃശ്ശൂരുണ്ട്. അദ്ദേഹം എത്തിയാലുടൻ തന്നെ IG-യുടെ നേതൃത്വത്തിൽ ക്വസ്റ്റനിങ് ആരംഭിക്കും. തുടർന്ന് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറായ കിരൺ നാരായണന് പ്രതിയെ കൈമാറും. അതിനുശേഷം വൈദ്യപരിശോധനയ്ക്ക് ശേഷം ഇന്ന് വൈകുന്നേരം തന്നെ
മനസ്സിലാക്കുന്നത് വടക്കാഞ്ചേരി കോടതിയിൽ ഹാജരാക്കാനുള്ള സാധ്യതയാണ് നിലവിൽ തെളിഞ്ഞു വരുന്നത്. എന്തായാലും കേരള പോലീസിന്റെ ഒരു വലിയ നേട്ടം തന്നെയായി മാറിയിരിക്കുകയാണ് ശക്തിവേലുവിനെ പിടിച്ചത്. കാരണം വളരെ യാദർച്ഛികമായി, വളരെ അപ്രതീക്ഷിതമായി ഒരു രഹസ്യ നമ്പർ ശക്തിവേലുവിന്റെ ഭാര്യ ഉപയോഗിച്ചത് കൊണ്ട് മാത്രമാണ് ഈ പ്രതിയെ പിടികൂടുന്നതിനായി ഇപ്പോൾ കേരള പോലീസിന് കഴിഞ്ഞതും. അഞ്ജു, തീർച്ചയായും അതേസമയം തന്നെ ജീവൻ CP പ്രവീണൊപ്പം വിപിൻ അധ്യാപകനും പരീക്ഷാ ഉദ്യോഗസ്ഥനുമായിരുന്ന ഇവർ രണ്ടുപേരും കൂടി ഇനിയും പിടിയിലാകാനുണ്ട്. ഇവരെ കുറിച്ചുള്ള അന്വേഷണം അത് ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? ഒരുപക്ഷെ കസ്റ്റഡിയിൽ കിട്ടിയതായുള്ള ഒരു സൂചന കൂടി ലഭിക്കുന്നുണ്ടോ? അഞ്ജു, അതിൽ ഒരു പ്രതിയെ മാത്രമാണ് നമുക്ക് പോലീസിന് ഇനി അറസ്റ്റ് ചെയ്യാനാവുക. കാരണം CP പ്രവീൺ അദ്ദേഹത്തെ മാത്രമായിരിക്കും അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുള്ളത്. മറ്റ് ദിനിൽ എന്ന പ്രതി നിലവിൽ മുൻകൂർ ജാമ്യം ലഭിച്ചിട്ടുള്ള പ്രതിയാണ്. അതുകൊണ്ട് തന്നെ പോലീസിന് കസ്റ്റഡിയിലെടുക്കുക, അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയക്കുക മാത്രമേ കഴിയൂ. എന്നാൽ CP പ്രവീണിന്റെ കാര്യത്തിൽ ചില നിർണായകമായ വിവരങ്ങൾ പോലീസിന് ലഭിച്ചതായിട്ട് നമുക്ക് സ്ഥിരീകരിച്ച ഒരു റിപ്പോർട്ട് തന്നെ ഉണ്ട്. പക്ഷേ ഈ ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ലൊക്കേഷൻ നമുക്ക് പറയാൻ കഴിയില്ല. കാരണം പോലീസിന് ഈ കാര്യത്തിൽ ചില വൈറ്റലായ ഇൻഫർമേഷൻസ് ലഭിച്ചിട്ടുണ്ട്. പോലീസ് CP പ്രവീണിൻ്റെ പിന്നാലെ തന്നെ ഉണ്ട് എന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ക്ഷമിക്കണം പ്രേക്ഷകർ, ക്ഷമിക്കണം. ഈ കാര്യത്തിൽ പ്രേക്ഷകരുമായ അത്തരം കാര്യങ്ങൾ പങ്കുവെക്കുന്നത് സ്വാഭാവികമായും പ്രതിയെ പിടിക്കുന്നതിന് പോലീസിന് തടസ്സമായി മാറുമെന്നതുകൊണ്ട് മാത്രമാണ് ഈ കാര്യത്തിൽ ഇപ്പോൾ അതിന് നമുക്ക് പ്രതികരിക്കാൻ കഴിയാത്തത്. എന്തായാലും പോലീസിന്റെ വലയത്തിൽ CP പ്രവീൺ ഉണ്ട് എന്നതാണ് നമുക്ക് പറയാൻ കഴിയുന്ന ഒരു വിവരം. എന്തായാലും ഒരു പ്രതിയെങ്കിലും പിടിച്ചാൽ തങ്ങൾ സമരം അവസാനിപ്പിക്കുമെന്നതായിരുന്നു ജിഷ്ണു പ്രണോയുടെ അച്ഛൻ അശോകൻ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ശക്തിവേലുവിനെ പിടികൂടിയിട്ടുണ്ട്. ഇനി ഈ കാര്യത്തിൽ പിടികൂടിയ കാര്യം ഇപ്പോൾ ഉദയഭാനുവും അതോടൊപ്പം സ്റ്റേറ്റ് അറ്റോർണി KV സോഹനും അവരുമായി ചർച്ച നടത്തുന്നുണ്ട്. അവർ അറിയിക്കുന്നതിൻ്റെ മുറയ്ക്ക് ഇനി പ്രതികരിക്കേണ്ടത് ജിഷ്ണു പ്രണോയുടെ വീട്ടുകാരാണ്. തികച്ചും നാടകീയമായ നീക്കത്തിനൊടുവിൽ കഴിഞ്ഞ പോലീസിന്റെ വളരെ ശക്തമായ നിരീക്ഷണത്തിനൊടുവിൽ പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞത് കേരള പോലീസിന് അഭിമാനാർഹമായ നേട്ടമായിരിക്കുകയാണ്. ശരി, വ്യക്തമാണ്. ജിഷ്ണു കേസിൽ നിർണായകമായ വഴിത്തിരിവുണ്ടായിരിക്കുന്നു. മൂന്നാം പ്രതി ശക്തിവേലിനെ കോയമ്പത്തൂരിൽ നിന്ന് പിടികൂടിയിട്ടുണ്ട്. ഒപ്പം CP ഉദയഭാനു തിരുവനന്തപുരത്ത് ജിഷ്ണുവിന്റെ മാതാപിതാക്കളുമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു നിർണായക തീരുമാനം അവരിൽ നിന്ന് ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഇവരും. ജിഷ്ണുവിന്റെ അമ്മ മഹിജ നടത്തുന്ന സമരം ഉടൻ ഒത്തുതീർപ്പാകുമെന്ന സൂചന നൽകി CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. മഹിജയുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം കാനം CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനുമായി ഫോണിൽ ചർച്ച നടത്തി. മഹിജയുടെ പരാതികൾക്ക് പരിഹാരമുണ്ടാകുമെന്നും പോലീസ് നടപടി അനാവശ്യമായിരുന്നുവെന്നും കാനം പിന്നീട് പറഞ്ഞു. അവരുടെ പരാതികളെല്ലാം കേട്ടു. ആ പരാതികൾക്ക് പരിഹാരമുണ്ടാകും. എങ്ങനെ എന്ന് എന്നോട് ഇപ്പോൾ ചോദിക്കരുത്, അത് പിന്നീട് നിങ്ങൾക്കറിയാം. പോലീസിൻ്റെ നടപടി അനാവശ്യമാണ് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഞാനത് ആദ്യം പറഞ്ഞല്ലോ. അല്പം സാമാന്യ ബുദ്ധി പ്രയോഗിച്ചിരുന്നെങ്കിൽ ഒഴിവാക്കാവുന്ന ഒരു സംഭവം സർക്കാരിന് മാനക്കേടുണ്ടാകുന്ന തരത്തിലേക്ക് വളർത്തിയെടുത്തു. എങ്ങനെ ജനങ്ങളെ പോലീസിനും സർക്കാരിനും എതിരാക്കാം എന്ന് ഗവേഷണം നടത്തുന്ന ആരോ ആണ് ഇതിൻ്റെ പിന്നിലുള്ളത് എന്നെനിക്ക് തോന്നുന്നു.